السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يخشى الله من عباده العلماء. صدق الله العلي العظيم. موت قبيلة أيسر من موت عالم، شفيعنا رسول الله. سريت من هرم ليلا إلى هرم، سريت من هرم ليلا إلى هرم، كما سار البدر في داج من الظلم. مولاي لم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا، اغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരും ബഹുമാന്യരുമായ നമ്മുടെ ഈ മഹത്തായ പരിപാടി ആധികാരികമായി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സമസ്ത കേരള ജമിഅത്തുൽ ഉലമാ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ മഹാനായ അമരക്കാരൻ, മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിൻ്റെ എല്ലാമായിട്ടുള്ള ആദരണീയരായ സാരഥി, നമ്മുടെ ഏവരുടെയും ബഹുമാന്യ ഗുരു, നമ്മുടെ നാട്ടുകാരനും ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനായ ഉസ്താദും കൂടിയായിട്ടുള്ള ഉന്നതരായ ഷെയ്ഖുന യു.എം. ഉസ്താദ് അവറുകളെ നമ്മുടെ മഹത്തായ പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായി സ്വാഗതം ആശംസിച്ച മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം നമുക്കേവർക്കും ആത്മീയരായിട്ടുള്ള ബഹുന്യരായ SP സലാഹുദ്ദീൻ സാഹിബ് അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ വേദിയിരിക്കുന്ന SYSന്റെ പ്രസിഡന്റ്, ബഹുമാന്യ സുഹൃത്ത്, പ്രിയപ്പെട്ട ഗോവ മുഹമ്മദ് കുഞ്ഞി, നമ്മുടെ മഹത്തായ വേദിയിരിക്കുന്ന നേതാക്കളെ, സദസ്സിലിരിക്കുന്ന നേതാക്കളെ, രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ബഹുമാനികളെ, അല്ലാഹു തആല നാം ഈ ഒരുമിച്ച് കൂടിയതിനേക്കാളേറെ ഭംഗിയായി നമ്മെയും നാമുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട എല്ലാവരെയും മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അവന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരിൽ പ്രധാനികളായ മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങളുടെ, മഹാനരായ ശൈഖുന സൈനുൽ ഉലമ അവറുകളുടെ അടക്കമുള്ള നമ്മുടെ നേതാക്കളുടെ പരലോക ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാരാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഈ പരിപാടി ആധികാരികമായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ഏവരുടെയും ആത്മീയ ഗുരു വന്യരായ ശൈഖുന യു.എം. ഉസ്താദ് അവറുകളടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകി കരുണക്കടലായ റബ്ബ് അനുഗ്രഹിക്കുമാരാകട്ടെ. അവന്റെ പൊരുത്തത്തിലും അവന്റെ താഴത്തിലുമായി ജീവിച്ച് അവസാനം മരണം ഖൈറായി വരുമ്പോ അഹ്ലുലാദീങ്ങളെ ഹളറത്തിൽ വെച്ച് കാമിലായ ഈമാനോടുകൂടി അല്ലാഹു നമ്മെ മരിപ്പിക്കുമാരാകട്ടെ. ബഹുമാനികളെ, നീണ്ട ഒരു അനുസ്മരണ പ്രഭാഷണത്തിന് ഇവിടെ സമയമില്ല എന്ന് നിങ്ങൾക്കറിയാം. കൂടാതെ നമ്മുടെ പരിപാടിയുടെ സമാപനമാണ്. മാത്രവുമല്ല, ഈ പരിപാടിയുടെ അവസാനം പ്രൗഢോജ്വല കഥാ പ്രഭാഷകൻ
ബഹുമാന്യരായ സുബൈർ തൊട്ടിക്കലവറുകളുടെ കഥാപ്രസംഗം തുടരുന്നുമുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏറിയാൽ ഒരു അരമണിക്കൂറെങ്കിലും പറയാൻ കിട്ടുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. എന്നാലും അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ അവരുടെ നാമധേയത്തിലുള്ള ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിലായി സംഘടിപ്പിച്ച മഹത്തായ അനുസ്മരണ പരിപാടിയിലാണ് ഞാൻ നിങ്ങളും ഇരിക്കുന്നത്. വേണ്ടതുപോലെ എന്താണ് സമസ്ത എന്നും ആരാണ് സമസ്തയുടെ പണ്ഡിതന്മാരെന്നും ആരായിരുന്നു ശൈഖുനാ ശംസുൽ ഉലമ തങ്ങൾ, ആരായിരുന്നു മഹാനായ സൈനുൽ ഉലമ ഉസ്താദ് അവറുകൾ എന്നൊക്കെ തന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലും വല്ലാത്ത നിലക്കും വളരെയധികം മനോഹരമായി ആധികാരികമായി തന്നെ വന്യരായ ശൈഖുനാ ഉസ്താദ് അവറുകളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നു. സത്യത്തിൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള പ്രഭാഷണം. അല്ലാണ്ട് ഈ വിനീതരായ എന്നെ പോലെയുള്ള പ്രഭാഷണമല്ല. അത് ആധികാരികമാണ്. അത് മഹാന്മാരുടെ നാവിൻ തുമ്പത്ത് വരുന്ന വചനങ്ങളാണ്. അല്ലാഹു തആല ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ, നമുക്ക് വേണ്ടത് പറഞ്ഞു തരാൻ ആ മഹൽ വ്യക്തിത്വത്തിന് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി നല്ല മജ്‌ലിസിൽ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും. നമുക്കറിയാം, ഞാനും നിങ്ങളും സത്യമതത്തിന്റെ അനുയായികളാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കൊണ്ട് വിശ്വസിച്ച് അതുപ്രകാരം ആചാരാനുഷ്ഠാനങ്ങൾ അവലംബിച്ച് പ്രാവർത്തികമാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന ആ നിലക്ക് തന്നെ മരിക്കണം, മുഅ്മിനായി തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പണിയെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. കാരണം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. കാരണം അതിന്റെ സ്ഥാപകൻ അല്ലാഹുവാണ്. അതിന്റെ പ്രബോധകന്മാരായി, പ്രചാരകന്മാരായി, പ്രവാചകന്മാരായി ലോകത്ത് 1.25 ലക്ഷത്തോളം നബിമാർ കാലങ്ങളായി, പല കാലങ്ങളിലായി, പല നാടുകളിലായി ലോകത്തിന്റെ മുക്കിലും മൂലയിലും 1.25 ലക്ഷത്തോളം വരുന്ന നബിമാർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി നാട്ടിലേക്ക് കടന്നു വന്നപ്പോ അവരെല്ലാവരും വന്ന് ലോകത്തോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം, തൗഹീദായിരുന്നു. അല്ലാഹുവിലേക്ക് വിളിക്കുക എന്ന ചടങ്ങായിരുന്നു അവർ നിർവഹിച്ചത്. ഇൻഷാ അല്ലാഹ് ജമാഅത്ത് തുടങ്ങാനാകുമ്പോൾ നമുക്ക് പോകാം. നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുടരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യവുമായി ലോകത്തിന്റെ മുക്കിലും മൂലയിലും 1.25 ലക്ഷത്തോളം നബിമാർ കടന്നു വന്നു. എല്ലാവരും പറഞ്ഞത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിന്റെ കലിമ. അത് ലോകത്തുള്ള ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്നിട്ടുള്ളത്. അഫ്ളലു മാ ഖുൽതു അനാ വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ശഫീഉനാ റസൂലുള്ളാഹി. ഞാനും എനിക്ക് മുമ്പ് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം നടത്തിയത് പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പ്രവാചകന്മാർ ആ ഒരു ദൗത്യവുമായി ലോകത്തേക്ക് കടന്നു വന്നതിന് ശേഷം പിന്നീട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനമായി ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തിയത് അവിടുത്തെ അനുയായികളായ സഹാബത്തുൽ കിറാമാണ്. പ്രവാചക ശൃംഖലയ്ക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 ആണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധമായ മക്കയിൽ ഉദയം കൊണ്ടല്ലോ. ആ അനുഭവത്തിന്റെ ദൗത്യവുമായി കടന്നു വന്ന റസൂൽ പിന്നീട് ആ പ്രവർത്തനം, ആ പ്രബോധന ദൗത്യം പകർന്നു കൊടുത്തത്, അതിന്റെ ചുമതല ഏൽപ്പിച്ചത് അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെയാണ്. സഹാബികളും അങ്ങനെ ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്നില്ല. ലോകത്തിന്റെ മുക്കിലും മൂലയിലും എല്ലാം എത്തിക്കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അവർ പ്രബോധനം നടത്തി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിച്ചത് പ്രവാചകന്മാരാണ്. അവർക്ക് ശേഷം, അതല്ലെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ തന്നെ, അതല്ലെങ്കിൽ അവർക്ക് ശേഷം പിന്നീട് ആ ദൗത്യം ഏറ്റെടുത്തത് മഹാന്മാരായ സഹാബത്തുൽ കിറാമാണ്. പിന്നീട് താബീയങ്ങളാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മാമലനാട്, നമ്മുടെ മലയാളി നാട്, കേരള നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എത്തിയത്, തൗഹീദിന്റെ പ്രബോധനം നമ്മളിലേക്ക് എത്തിയത് സഹാബത്തുൽ കിറാമിലൂടെ, പിന്നീട് മഖ്ദൂമി പണ്ഡിതന്മാരിലൂടെ, പിന്നീട് സമസ്തയിലെ പണ്ഡിതന്മാരിലൂടെയാണ്. സ്വാർത്ഥരായ നിഷ്കളങ്കരായ സമസ്തയുടെ ഉലമാക്കൾ, അവരാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം ഒരു കാലഘട്ടത്തിൽ ഏറ്റെടുത്തത്. നമുക്കറിയാം, ഇന്ന് ഞാനും നിങ്ങളും, നമ്മുടെ മക്കളും, നമ്മുടെ പിൻതലമുറക്കാരും മുൻതലമുറക്കാരുമായിട്ടുള്ള ജനങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് എന്താണ് എന്ന്, ഏതാണ് എന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കിയത്, പഠിച്ചു വെച്ചത്, അത് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നുകൊണ്ടാണ്. സമസ്തയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസ്മരിക്കുമ്പോ എല്ലാ പണ്ഡിതന്മാരെയും നമുക്കിവിടെ അനുസ്മരിക്കേണ്ടതുണ്ട്. കാരണം എല്ലാവരും മഹാന്മാരാണ്, ആരിഫീങ്ങളാണ്, തികഞ്ഞ അറിവിന്റെ സാഗരങ്ങളായ മഹാന്മാരാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ആലിമീങ്ങളെ എടുത്തു നോക്കിയാൽ, മരിച്ചുപോയവരായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒന്നരായ ശൈഖുനാ യുഎം ഉസ്താദിനെ പോലെയുള്ള നേതാക്കന്മാരായാലും, ആരെ തന്നെ ഞാൻ നിങ്ങളും ഒന്ന് പഠിച്ചു നോക്കിയാലും ഇല്ല, അവരിൽ നമുക്ക് കാപ്പാട്യം കാണാനാവില്ല, അവരിൽ നമുക്ക് കളങ്കം കാണാനാവില്ല. സാമ്പത്തിക അഴിമതിയോ അതല്ലെങ്കിൽ സാമ്പത്തിക കോട്ടമോ അവരിൽ കാണാൻ കഴിയില്ല. തികഞ്ഞ തഖ്വയോടുകൂടി ജീവിക്കുന്ന മഹാന്മാർ, അറിവിന്റെ സാഗരങ്ങളായി, എളിമയുടെ മൂർത്തികളായി, എളിമയുടെ തനിമയാർന്ന സ്വരൂപങ്ങളായി നമ്മുടെ മുമ്പിൽ മാതൃകാ പുരുഷന്മാരായി ജീവിക്കുകയാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ. അത് ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചുപോയ നമ്മുടെ മഹാന്മാരായ മഹത്തുക്കളായ സമസ്ത പണ്ഡിതന്മാരായാലും, നേരത്തെ വന്യരായ ശൈഖുനാ സൈനുൽ ഉലമ തങ്ങൾ അവരെ സംബന്ധിച്ച് മഹാനായ ശൈഖുനാ ഉസ്താദ് അവരുടെ അനുസ്മരിച്ചുവല്ലോ. വലിയ മഹാനായിട്ട് പോലും, ലോകമറിഞ്ഞ പണ്ഡിതരായിട്ട് പോലും, സമസ്ത എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നീണ്ട 2 പതിറ്റാണ്ട് കാലത്തെ മഹാനായ സെക്രട്ടറി പദത്തിൽ ഇരുന്നിട്ട് പോലും ഇല്ല, ആ മഹാനർക്ക് വിനയം ചോർന്നു പോയിട്ടില്ല. തന്റെ കാര്യങ്ങളൊക്കെ, തന്റെ വീട്ടിന്റെ കാര്യങ്ങൾ, തന്റെ കൃഷിപാടത്തിന്റെ കാര്യങ്ങൾ, തന്റെ സ്വകാര്യ കാര്യങ്ങൾ, എന്തിനേറെ പറയണം, ചമ്മാട്ട ബജാറിലും അതുപോലെ തന്നെ കൊയിലാണ്ടിയിലെ കുണ്ടോട്ടി ബജാറിലും എല്ലാം ചെന്നിട്ട് മീൻ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ ആ വലിയ മനുഷ്യന് ഇത്തിരി പോലും നാണക്കേടുണ്ടായില്ല. എന്തുകൊണ്ട്? അവർ പ്രവാചകരിൽ നിന്നിട്ട് ജീവിതം പഠിച്ചവരാ, പ്രവാചകന്റെ മാതൃക കടമെടുത്തവരാ, പ്രവാചകന്റെ ആ ശൈലി പകർത്തിയവരാ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ ഇവിടെ പഠിപ്പിച്ചത്, എന്താണോ ഇവിടെ കാണിച്ചു തന്നത്, എന്താണോ ഇവിടെ പറഞ്ഞു വെച്ചത്, അത് ജീവിതത്തിൽ സംശീകരിച്ച് അതപ്പടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നടന്നവരാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ മഹാന്മാരായ
പണ്ഡിതന്മാർ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, പ്രവാചകർ പഠിപ്പിച്ചതായ കാര്യം, പ്രവാചകന്റെ സുന്നത്ത്, അത് ജീവിതത്തിൽ വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ, ഒരിത്തിരി പോലും കളങ്കപ്പെടാതെ ജീവിതത്തിൽ അങ്ങനെ ക്രമബദ്ധമായി കൊണ്ടു നടന്നതുകൊണ്ട്, ആ രീതി തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ചതുകൊണ്ട്, ആ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല മുഅ്ജിസത്തായി കൊടുത്ത കാര്യങ്ങള് ഈ സമസ്തയുടെ ഉലമാക്കളായ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല കറാമത്തായി കൊടുത്തു. ചരിത്രം ഒരുപാട് വന്യരായ ശൈഖുനാ ഇവിടെ ഉദ്ധരിച്ചുവല്ലോ. പ്രവാചകന്മാർക്കുണ്ടാകുന്ന മാനുഷിക കാര്യങ്ങള്, അത്ഭുത കാര്യങ്ങള് അഥവാ മുഅ്ജിസത്തുകള്, അത് തന്നെയാണ് ഔലിയാക്കന്മാർക്കുണ്ടാകുന്നത്. പക്ഷെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഔലിയാക്കന്മാരിൽ നിന്നിട്ടുണ്ടാകുമ്പോ അതിനെ കറാമാത്തുകൾ എന്നും, പ്രവാചകന്മാരായ മഹാന്മാരിൽ നിന്നിട്ടുണ്ടാകുമ്പോ അതിനെ മുഅ്ജിസത്തുകളും എന്ന് പറയും. പ്രവാചകന്മാരുടെ അതല്ലെങ്കിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതം, ആ തിരുസുന്നത്ത് വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് യഥാർത്ഥ മുത്തഖിയായി അല്ലാഹുവിനെ അറിഞ്ഞ് ജീവിച്ച് നമുക്ക് വേണ്ടതൊക്കെയും പറഞ്ഞു തന്ന് ശുദ്ധമായ ജീവിതം നയിച്ചതുകൊണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസാത്തുകളിൽ പലതും സമസ്തയുടെ ഉലമാക്കൾക്ക് അല്ലാഹു തആല കറാമത്തായി കൊടുത്തു. ഇത് വെറുതെ പറയല്ല, ഇത് കിനാക്കഥകൾ പറയല്ല, സനദ് മുത്തസിലായ കാര്യങ്ങൾ. നമുക്കറിയാലോ, ഹുനൈൻ യുദ്ധം നടക്കുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സഹാബികൾ പറഞ്ഞു, നബിയെ വെള്ളമില്ല, നല്ലോണം ക്ഷാമമുണ്ട് നബിയെ, ഉളവെടുക്കാനോ കുടിക്കാനോ കുളിക്കാനോ വെള്ളമില്ല, നല്ലോണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്, ജലക്ഷാമമുണ്ട്, അതുകൊണ്ട് നബിയെ പരിഹാരം വേണമെന്ന് മുസ്തഫ നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു കല്ലെടുത്ത് മന്ത്രിക്കുകയും അവിടെ വെള്ളമില്ലാതെ വറ്റി വരേണ്ടതായ പൊട്ടക്കിണറിൽ കൊണ്ടുപോയി ആ കല്ല് കൊണ്ടുപോയിട്ടിടാനും വേണ്ടി പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കിണർ നിറയെ വെള്ളം പൊന്തി വന്നു, കിണർ നിറയെ വെള്ളം ഉയർന്നു വന്നു. പൊന്നാര നബിയുടെ മുഅ്ജിസത്തായിരുന്നു അത്. എന്നാൽ ആ ഒരു മുഅ്ജിസത്ത് അതേപോലെ തന്നെ അല്ലാഹു തആല കറാമത്തായി സമസ്തയുടെ ഉലമാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാലോ, ഇവിടെ നേരത്തെ പറയപ്പെട്ട മഹാനായ സൈനുൽ ഉലമാ ശരി ഉസ്താദ് ഈ അടുത്ത കാലത്ത് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ സമസ്ത കേരള ജമിഅത്തുൽ കണ്ട മഹാന്മാരായ പണ്ഡിതന്മാരിൽ മഹാനായ നേതാവ് മഹാനായ സൈനുൽ ഉലമാ ശരി ഉസ്താദ് തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് കുടിച്ചതായ കിണറിൽ വെള്ളമില്ലാതെ വന്നു. വെള്ളം കിട്ടിയില്ല, പ്രതീക്ഷിച്ചതുപോലെ വെള്ളമില്ല, വെള്ളം തീരെയില്ല. വളരെയധികം വിഷമമായി ബേജാറായപ്പോ ഒന്നരായ ശൈഖുനാ സൈനുൽ ഉലമാ തങ്ങളുടെ അടുക്കൽ ശരി ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബഹുമാന്യരെ, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്, ബേജാറിലാണ്. എന്റെ ബേജാറ്, എന്റെ വിഷമം എനിക്ക് ആരോടാണ് ഞാൻ പറയേണ്ടത്? ഒരുപാട് ആയിരങ്ങൾ ചെലവഴിച്ചുകൊണ്ട് എന്റെ ആവശ്യത്തിന് വേണ്ടി, വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഒരു കിണർ കുടിച്ചു, വെള്ളമില്ല, വെള്ളമില്ല, ഒരിത്തിരി പോലും വെള്ളമില്ല, ജലത്തിന്റെ അംശം പോലും, നനവിന്റെ അംശം പോലും കാണാനില്ല, എന്ത് വേണമെന്നറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ സൈനുൽ ഉലമാ തങ്ങൾ പറഞ്ഞു, വിഷമിക്കണ്ട, ബേജാറാകണ്ട, നീ ഒരു കുപ്പി വെള്ളം കൊണ്ടുവാ, എവിടെന്നെങ്കിലും ഒരു കുപ്പി വെള്ളം കൊണ്ടുവാ എന്ന് പറഞ്ഞിട്ട് ആ സഹോദരനെ കൊണ്ട് ഒരിത്തിരി വെള്ളം കൊണ്ടുവന്നു. എന്നിട്ട് മഹാനായ സൈനുൽ ഉലമാ ശരി ഉസ്താദ് ആ വെള്ളം കയ്യിൽ വാങ്ങി സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ തന്റെ കയ്യിലുള്ള 7 കിതാബ് മറിച്ചുകൊണ്ട് ദിക്റുകൾ ഉരവിട്ടു, മഹാനറ മന്ത്രിച്ചു, ആ വെള്ളത്തിലൂതി. എന്നിട്ട് ഈ സഹോദരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോകണം, ഇത് ഈ വെള്ളം കൊണ്ടുപോകണം, വിഷമിക്കണ്ട നീ, ബേജാറാകണ്ട നീ, നിനക്കും നിന്റെ കുടുംബത്തിനു മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവനും കുടിക്കാൻ പാകത്തിലുള്ള വെള്ളം അല്ലാഹു തരും കേട്ടോ. അതുകൊണ്ട് നീ മന്ത്രിച്ച ഈ വെള്ളം, ഞാൻ ഊതി തന്ന ഈ വെള്ളം നീ കൊണ്ടുപോയിട്ട് ആ വെള്ളമില്ലാത്ത കിണറിൽ പിടിക്കണമെന്ന് ഒന്നരായ ശൈഖുനാ ശരി ഉസ്താദ് പറഞ്ഞു. മഹാനായ സൈനുൽ ഉലമാ തങ്ങൾ പറഞ്ഞതുപോലെ ശരി ഉസ്താദ് ഊതിക്കൊടുത്ത വെള്ളമതാ ആ സഹോദരൻ കൊണ്ടുപോയിട്ട് ആ പൊട്ടക്കിണറിൽ പിടിക്കുകയാണ്. ആ വെള്ളമില്ലാത്ത, വെള്ളത്തിന്റെ അംശം പോലും കാണാത്ത, നനവിന്റെ മണ്ണ് പോലും ഇല്ലാത്ത കിണറിൽ ഒഴിച്ചു. സുബ്ഹാനല്ലാഹ്, അന്ന് വൈകുന്നേരമായി, രാത്രിയായി. പിറ്റേന്ന് രാവിലെ ആ കിണറിന്റെ അടുത്ത് എത്തി നോക്കിയപ്പോ 3 അടിയിലേറെ വെള്ളം ആ കിണറിലതാ പൊന്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ശരി ഉസ്താദിന്റെ കറാമത്ത് ഈ ലോകം കണ്ടു. അതാണ് ഞാൻ പറഞ്ഞ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പറയപ്പെട്ട ജീവിതം,
ആ പറയപ്പെട്ട സ്വഭാവം, ആ പറയപ്പെട്ട സുന്നത്ത് അത് ആരെങ്കിലും ഒരാൾ മുറുകെ പിടിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ, അതുപോലെ ജീവിച്ചാൽ, പ്രവാചകനാനുധാവനം ചെയ്താൽ, പ്രവാചകന്മാർക്ക് കൊടുത്ത കാര്യങ്ങൾ അല്ലാഹു തആല മഹാന്മാരായ ആലിമീങ്ങൾക്ക് കൊടുക്കും. നമുക്കറിയാലോ, മഹാനായ ശൈഖുനാ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവർകൾ നേതൃത്വം കൊടുക്കുന്ന ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ മഹത്തായ സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ഹുദവി പണ്ഡിതന്മാരെ സമൂഹത്തിന് ദാനം ചെയ്ത മഹത്തായ സ്ഥാപനമാണ്. ഒന്നരായ ശൈഖുനാ യുഎം ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹാനായ ഷഹീദെ മില്ലത്ത് ഒന്നരായ ഖാലി ശൈഖുനാ സിഎം ഉസ്താദ് നേതൃത്വം കൊടുത്തിരുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് പോലെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമായുടെ മഹത്തായ സ്ഥാപനമായി വളർന്നിരിക്കുന്നു നമ്മുടെ ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമി. അതിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതിന്റെ കീഴ്ഘടകമായി ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒന്നരായ ശൈഖുനാ ചെറുശ്ശേരി ഉസ്താദും പാണക്കാട് കൊടപ്പണക്കൽ തറവാട്ടിന്റെ മഹാനായ അബ്ബാസ് അലി തങ്ങളും ആ സ്ഥാപനത്തിന്റെ ഒരു ബ്രാഞ്ചായി അങ്ങകലെയുള്ള ആന്ധ്രാപ്രദേശിന്റെ മണ്ണിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നു. ആ നാട്ടുകാരുടെ നിർലോഭമായ സഹായ സഹകരണത്തോടെ ആ നാട്ടിൽ പോയിട്ട് ഇതിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങുകയാണ്. ദാറുൽ ഹുദാന്റെ ബ്രാഞ്ചുകൾ ഒരുപാടുണ്ട്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്, തളങ്കരയിലുണ്ട്, ഒരുപാട് സ്ഥലത്തുണ്ട്. അതിന്റെ ഒരു ബ്രാഞ്ച് അതാ ആന്ധ്രാപ്രദേശിന്റെ മണ്ണിൽ അങ്ങകലെ തെലുങ്ക് നാട്ടിൽ തുടങ്ങാൻ വേണ്ടി ഒരുങ്ങി. അവിടെയുള്ള നാട്ടുകാർ സഹകരിച്ചു. വേണ്ടതെല്ലാം അവർ വാഗ്ദാനം ചെയ്തു. സ്ഥലം കൊടുത്തു, പൈസ കൊടുത്തു. അങ്ങനെ അതിന്റെ കുറ്റിയടിക്കൽ കർമ്മത്തിന്, അതിന്റെ സ്ഥാപന ചടങ്ങിന്, അതിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തുടക്കം കുറിക്കാൻ ഒന്നരായ ശൈഖുനാ സൈനുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പണ്ഡിതന്മാരും തങ്ങന്മാരും അവിടേക്ക് പോവുകയാണ്. അവിടെ ചെന്നു, നാട്ടുകാരെ കണ്ടു, അവരോട് കാര്യം ബോധിപ്പിച്ചു കൊടുത്തു. അവർ വേണ്ടതെല്ലാം വാഗ്ദാനം ചെയ്തു. ഒന്നരായ ശൈഖുനാ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ചമ്മാട് ദാറുൽ ഹുദാന്റെ ഒരു കീഴ് സ്ഥാപനമായി ഒരു ബ്രാഞ്ചായിട്ട് അവിടെ ഒരു സ്ഥാപനപത ഉയർന്നു വരാൻ വേണ്ടിയിട്ടുള്ള തറക്കല്ലിടൽ ചടങ്ങ് നടക്കുകയാണ്. കാര്യങ്ങളെല്ലാം മംഗളമായി നടന്നു. എല്ലാം അവസാനിക്കുന്ന നേരത്ത് ആ നാട്ടുകാർ വന്നിട്ട് വന്യരായ ശൈഖുനാ ഉസ്താദിനോട് പറഞ്ഞു, മഹാനായ പാണക്കാട്ട് തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളമില്ല, മഴയില്ലാതെ നാളേറെയായി, കാലമേറെയായി, പാടവും പറമ്പുമെല്ലാം വറ്റിയിരിക്കുകയാണ്, എല്ലാം പൊട്ടു വീണിരിക്കുകയാണ്. വെള്ളമില്ലാതെ ഞങ്ങൾ കഷ്ടപ്പെടുന്നു, മഴയില്ലാതെ ഞങ്ങൾ ക്ഷാമം അനുഭവിക്കുന്നു. അതുകൊണ്ട് നിങ്ങളൊന്ന് കാര്യമായിട്ട് ദുആരക്കണേ എന്ന് വന്യരായ ശൈഖുനാ സൈനുൽ ഉലമ തങ്ങളോട് പറഞ്ഞപ്പോ സൈനുൽ ഉലമ അവിടെ നിന്ന് പറഞ്ഞു, മഹാനായ തങ്ങളോട് ദുആരക്കണേ തങ്ങള്, ഈ ജനങ്ങളുടെ ആവശ്യമൊന്ന് പരിഹരിച്ച് കിട്ടാൻ, അവർക്കൊന്ന് വെള്ളം കിട്ടാൻ, കാരുണ്യവാനായ റബ്ബിന്റെ കരുണാ കടാക്ഷം ഈ നാട്ടിലേക്കൊന്ന് വർഷിക്കാൻ തങ്ങളൊന്ന് ദുആരക്കണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ തങ്ങള് സൈനുൽ ഉലമ അവர்களോട് പറഞ്ഞു, ഞാൻ ആദ്യം ദുആരുന്നുവല്ലോ, ഈ കാര്യത്തിന് വേണ്ടി ശൈഖുന ദുആരക്കണം, തങ്ങൾ നിങ്ങൾ ദുആക്ക് നേതൃത്വം കൊടുക്കണമെന്ന് മഹാനായ സൈനുൽ ഉലമയോട് പറഞ്ഞപ്പോ അതേ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവர்கள் രണ്ട് കയ്യും നീട്ടി അല്ലാഹുവിനോട് ദുആരുന്നു. നാദാ മഴ തരണേ അല്ലാ, വെള്ളം തരണേ അല്ലാ, റഹ്മത്താകപ്പെട്ട മഴ വർഷിക്കണേ അല്ലാ, ഈ നാട്ടുകാരെ സമാധാനിപ്പിക്കണേ അല്ലാ, ഇവർ അനുഭവപ്പെടുന്ന കട്ടപ്പാട്, ഇവർ ചെയ്തു തന്നതായ സഹായ സഹകരണത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവരെ നല്ല മനസ്സിന്റെ കാരണമായിട്ട് നാദാ നീ ഇവർക്ക് വെള്ളം കൊടുക്കണേ എന്ന് മഹാനായ സൈനുൽ ഉലമ പറഞ്ഞപ്പോ പടച്ചവനിലേക്ക് കൈനീട്ടി ദുആരന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ സ്റ്റേജിലുള്ള ജനങ്ങളെ ഇറങ്ങുന്നതിന് മുമ്പ്, അവിടെ കൂടിയതായ ആയിരങ്ങൾ പിരിയുന്നതിന് മുമ്പ് അതാ മഴ ചൊരിയുന്നു, മഴതാ കുത്തിച്ചൊരിയുന്നു. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതുന്ന നേരം ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞല്ലോ, നബിയേ അതൈനാക വല്ലുദറാഉ തുദുമി ലബാനുഹാ, നബിയേ വെള്ളമില്ല നബിയേ, മഴയില്ലാതെ നാളേറെയായി നബിയേ, വല്ലാത്ത ദുരിതത്തിലാണ്, ദുഃഖത്തിലാണ് ഞങ്ങള്, അതുകൊണ്ട് നബിയേ മഴ വേണം നബിയേ. മുസ്തഫായ നബി തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആ നിന്ന നിൽപ്പിൽ ആ സഹാബിയുടെ ആവശ്യം പരിഗണിച്ച് അല്ലാഹുവിലേക്ക് കൈനീട്ടുന്നു. അല്ലാഹുമ്മ സ്ഖിനാ, അല്ലാഹുമ്മ സ്ഖിനാ,
പടച്ചോനെ വെള്ളം തരണേ അല്ലാ, മഴ വർഷിപ്പിക്കണേ അല്ലാ. മുസ്തഫായ നബി തങ്ങള് ആ മിമ്പറിൽ വെച്ച് 1400 ആണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് മഴ വാങ്ങിയെങ്കിൽ ആ സമയം തന്നെ അവിടുന്ന് വെള്ളത്തിന് മഴ വർഷിച്ചുവെങ്കിൽ അതേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതാ 100% ജീവിതത്തിൽ പകർത്തിയ ആ സുന്നത്ത് മുറുകെ പിടിച്ച രാത്രിയേറെ അല്ലാഹുവിന്റെ സുജൂദിൽ കിടന്ന മഹാനായ സൈനുൽ ഉലമാ അവറുകൾ അല്ലാഹുവിനോട് ദുആരന്നപ്പോ സുബ്ഹാനല്ലാഹ്, വേദി പിരിയുന്നതിന് മുമ്പ്, സദസ്സ് പിരിയുന്നതിന് മുമ്പ് മഴ വർഷിക്കുന്നു. കൂടെയുള്ള പണ്ഡിതന്മാർ എഴുതിയ ചരിത്രമാണിത്, പറഞ്ഞ ചരിത്രമാണിത്, ആധികാരികമായ രേഖയാണിത്. ഇത് സനദ് മുത്തസിലായ കാര്യമാണിത്. സമസ്തയുടെ പണ്ഡിതന്മാരുടെ ആരുടെ ചരിത്രം എടുത്തു നോക്കിയാലും എല്ലാ മഹാന്മാരും മരണപ്പെട്ടു പോയവരായാലും ഇന്ന് ജീവിച്ചിരിക്കുന്നവരായാലും മഹാനായ സൈനുൽ ഉലമ തങ്ങളായാലും ശംസുൽ ഉലമ തങ്ങളായാലും പാണക്കാട്ട് തങ്ങന്മാരായാലും മഹാനായ ബാഫഖി തങ്ങളായാലും ഇന്ന് ജീവിച്ചിരിക്കുന്ന ശൈഖുന UM ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായാലും എല്ലാ മഹാന്മാരും കറാമത്തുള്ളവരാണ്. നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. അല്ലാഹു തആല അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ കാക്കട്ടെ, ഞങ്ങളെ ഖൽബല്ല നന്നാക്കട്ടെ. മരണം വരെ അല്ലാഹു തആല ഞങ്ങളെ കുടുംബത്തെ, ഞങ്ങളെ മക്കള്, ഞങ്ങളെ നാട്ടുകാര് പരിശുദ്ധമായ സമസ്ത കേരള ജമിഅത്തുൽ ഉലമാ ഇവിടെ വിഭാവനം ചെയ്യുന്ന പരിപാവനമായ സുന്നത്ത് ജമാഅത്തിൽ അല്ലാഹു ഞങ്ങളെല്ലാവരെയും ഉറപ്പിച്ച് നിർത്തട്ടെ. ഇൻഷാ അല്ലാഹ് അവിടെ നിസ്കാരം ആരംഭിച്ചു. ബാക്കി സൗകര്യം പോലെ പിന്നെ തുടരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാമത്തിൽ അറിയപ്പെട്ട മഹാനായ ശൈഖുന മടവൂർ ഔലിയ അടക്കമുള്ള മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ആദരണീയരായ ഗുരുവായിട്ടുള്ള ഉസ്താദായിട്ടുള്ള മഹാനായ ശൈഖുന ശംസുൽ ഉലമ എത്ര വലിയ കറാമത്തിന്റെ ഉടമയായിരുന്നു, എത്ര വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു, എത്ര വലിയ തഖ്വയുടെ ഉടമയായിരുന്നു. നമുക്കറിയാലോ മഹാനായ ശൈഖുന ശംസുൽ ഉലമ അവറുകൾ തന്റെ സഹപ്രവർത്തകന്മാരോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം വേണ്ടപ്പെട്ട കുറച്ചാളെയും കൂട്ടിയിട്ട് മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുക ശംസുൽ ഉലമാക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. മഹാന്മാരുടെ മക്ബറകൾ ഇടക്കിടക്ക് സന്ദർശിക്കും. മഹാന്മാരുടെ മശായിഖന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യും, അവരെ പോയി കാണും. ഇത് മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിലും പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഖബർ സിയാറത്ത് ഏറെ അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യമുള്ള ഒരു അമലാണ്. അത് മഹാന്മാരായ മഹത്തുക്കളായ മഹാന്മാരുടെ മക്ബറയാകുമ്പോ, വലിയ വലിയ മഹാന്മാരുടെ ഖബറുകളാകുമ്പോ, വലിയ വലിയ മഹാന്മാരുടെ മക്കാമകളും ദർഗകളുമാകുമ്പോ അവിടെ അതിന്റെ കൂലിയും പ്രതിഫലവും നേട്ടവും കൂടുമെന്നതൊരു സത്യമാണ്. നമുക്കറിയാലോ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുക. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടുത്തെ സഹാബികളായ ഉഹദ് ശുഹദാക്കളുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി മൺമറഞ്ഞു പോയ ആ ഉഹദ് രക്തസാക്ഷികളുടെ മഖബറകൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിയാറത്ത് ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അർത്ഥശങ്കക്കടമില്ലാത്ത വിധം തെളിഞ്ഞതാണ്. മഹാന്മാരായ സഹാബത്ത് ഖബർ സിയാറത്ത് നടത്തിയിട്ടുണ്ട്. അത് ഇസ്ലാമിന്റെ വഴിയാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്, ആദർശമാണ്, വിശ്വാസമാണ്, ആചാരമാണ്. എന്നാൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ഏറ്റവും നല്ല ആചാരമായ ഖബർ സിയാറത്ത് അത് മഹാന്മാരുടേതാകുമ്പോ, വലിയ വലിയ ആൾക്കാരുടേതാകുമ്പോ, അവരുമായിട്ടുള്ള ബന്ധമാകുമ്പോ അത് ചെറിയ കാര്യമല്ല. സുഹബത്തു സ്വാലിഹീൻ, സച്ചരിതരെ കൂടെ അവരോടൊപ്പം ചേരുക, അവരോട് നല്ല ബന്ധം വെച്ച് പുലർത്തുക, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറയാണ്. ആ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അത് മുറുകെ പിടിച്ചുകൊണ്ട് മഹാന്മാരുടെ മഖബറകൾ, അജ്മീർ ഖാജ തങ്ങളുടെ അടക്കമുള്ള ഇന്ത്യയിലും പുറംനാടുകളിലും മറവട്ട് കിടക്കുന്ന വലിയ വലിയ മഹാന്മാരുടെ ഖബർ സിയാറത്ത് ചെയ്യുക ശംസുൽ ഉലമാക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം.
കാര്യമായിരുന്നു. ഒരവസരം തന്റെ ശിഷ്യന്മാരെയും കൂട്ടി, തന്റെ സഹപ്രവർത്തകരെയും കൂട്ടി, വേണ്ടപ്പെട്ടവരെയും കൂട്ടി മഹാനായ ശൈഖുന ശംസുൽ ഉലമ എന്ന ആ മഹൽ വ്യക്തി മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുന്ന കൂട്ടത്തില് അങ്ങകലെ തമിഴ്നാട്ടിന്റെ മണ്ണിൽ മറവട്ട് കിടക്കുന്ന മഹാനായ ശൈഖുന ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ദർഗയിലും എത്തുകയാണ്. മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങൾ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ മുത്തുപേട്ടയിൽ മറവട്ട് കിടക്കുന്ന ദാവൂദുൽ ഹക്കീം തങ്ങളുടെ മഖബർ സിയാറത്ത് ചെയ്തു. തന്റെ കൂടെയുള്ളവരോടൊപ്പം അവിടെ സിയാറത്ത് ചെയ്തു. യാസീൻ ഓതി ദുആരൊന്ന് പുറത്തിറങ്ങുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് ദർഗയുടെ സൈഡിൽ ഒരു തൂണിന്റെ അവിടെ ഒരു തൂണിന്റെ അവിടെ ഒരു ഉമ്മ നിൽക്കുകയാണ്. തന്റെ അടുക്കലതാ തന്റെ അടുക്കൽ ഒരു കുഞ്ഞുണ്ട്. 8-9 വയസ്സ് പ്രായമുള്ള തന്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെയധികം ഗദ്ഗദത്തോടുകൂടി ഇറ്റി വീടുന്ന കണ്ണുനീരോടുകൂടി ആ ഉമ്മ അവിടെ നിൽക്കുന്നു. ഈ മഖബറിന്റെ അകത്ത് നിന്ന് മഹാനായ ശൈഖുന ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പരിശുദ്ധമായ ദർഗാ സിയാറത്ത് കഴിഞ്ഞ് ശംസുൽ ഉലമ തങ്ങളതാ ഇറങ്ങി വരുമ്പോ ആ ഉമ്മ നേരെ ശംസുൽ ഉലമാന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ശംസുൽ ഉലമാന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, ബഹുവന്യരെ, ഇതെന്റെ മോനാണ്, ഇതെന്റെ കുഞ്ഞാണ്. എന്റെ കുഞ്ഞ് ജന്മനാ പൊട്ടനാണ്, സംസാരശേഷിയില്ലാത്തവൻ. ആ ഉമ്മാക്കറിയില്ല ഇത് ശംസുൽ ഉലമയാണെന്ന്, ഇത് സമസ്തയുടെ മഹാനായ അമരക്കാരനാണെന്ന് ശംസുൽ ഉലമാക്ക് ആ ഉമ്മാക്കറിയില്ല. പക്ഷെ ആ ഉമ്മാക്ക് ഒന്നറിയാം, ഈ വ്യക്തി മഹാനായ ഒരു മനുഷ്യനാണ്. ആ മുഖം കണ്ടാൽ അത് മനസ്സിലാവും, ആ പെരുമാറ്റം കണ്ടാൽ മനസ്സിലാവും, ആ തേജസ്സുള്ള മുഖഭാവം കണ്ടാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ആ ഉമ്മ മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ഖബർ സിയാറത്ത് കഴിഞ്ഞ് ദർഗാ സിയാറത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ശംസുൽ ഉലമാന്റെ മുമ്പിലേക്ക് ആ ഉമ്മ ചെന്നു. എന്നിട്ട് ശംസുൽ ഉലമ തങ്ങളോട് പറഞ്ഞു, ഉസ്താദേ, എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടൊന്ന് ദുആരക്കണം. എന്റെ കുഞ്ഞിക്ക് കുറെ പ്രായമായി, 8-9 വയസ്സായി. എന്റെ കുഞ്ഞ് പിന്നെ കുരുടനാണ്, എന്റെ കുഞ്ഞ് പൊട്ടനാണ്, നാവ് വരാത്ത ആളാണ്, സംസാരശേഷിയില്ലാത്ത കുഞ്ഞാണ്. എന്റെ കുഞ്ഞ് കൂടുതലൊന്നും സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പെറ്റവളല്ലേ, നൊന്തു പെറ്റവളല്ലേ, 9 മാസത്തോളം ഗർഭം ചുമന്ന് എന്റെ കുഞ്ഞിനെ പെറ്റത് ഞാനല്ലേ. എന്റെ കുഞ്ഞ് എന്റെ മുഖം നോക്കിയിട്ട് ഉമ്മ എന്നൊരു വിളി വിളിച്ചാ മതി, വേറെ ഒന്നും വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, വേറെ കാര്യം വിസ്തരിച്ച് സംസാരിക്കണമെന്ന മോഹമില്ല. എന്റെ കുഞ്ഞ് എന്റെ മുഖം നോക്കിയിട്ട് ഉമ്മ എന്നൊരു വിളിയെങ്കിലും ഒന്ന് വിളിക്കട്ടെ, ഇതാണ് എന്റെ ആഗ്രഹം. അതിന് വേണ്ടി ഉസ്താദ് അവർകളൊന്ന് ദുആരക്കണേ എന്ന് മഹാനായ ശൈഖുന ശംസുൽ ഉലമ തങ്ങളോട് പറഞ്ഞപ്പോ ശംസുൽ ഉലമ തങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഉമ്മയോട് പറഞ്ഞു, കരയരുത് നിങ്ങള്, വിഷമിക്കരുത് നിങ്ങള്, ദുഃഖിക്കരുത് നിങ്ങള്. ആ ഉമ്മാന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞിന്റെ കൈ പിടിച്ച് മഹാനായ ശൈഖുന ശംസുൽ ഉലമ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പരിശുദ്ധമായ ദർഗയിൽ കയറുന്നു. ദർഗന്റെ അകത്ത് പോവുകയാ, ആ ദർഗാ ഷരീഫിന്റെ ഉള്ളിലേക്ക് കയറുകയാ. അവിടെയുള്ളവരോടെല്ലാം പുറത്തിറങ്ങാൻ വേണ്ടി പറയുന്നു. ശംസുൽ ഉലമ എല്ലാവരോടും പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അവിടെ സിയാറത്തിന് വന്നവരോട്, കൂടെ വന്നവരോട്, അതിന്റെ അകത്ത് നിൽക്കുന്നവരോട് എല്ലാവരോടും പുറത്തിറങ്ങാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ശംസുൽ ഉലമ തങ്ങള് തന്റെ മുമ്പിലുള്ള തന്റെ കൈ പിടിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെയും കൊണ്ട് മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ ദർഗന്റെ അകത്ത് ചെല്ലുകയാണ്. എന്നിട്ടതാ ദർഗാ ഷരീഫിന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുന്നു. ഏകദേശം ചരിത്രം പറയുകയാണ്, പണ്ഡിതന്മാർ എഴുതുകയാണ്, 40-45 മിനിറ്റിലേറെ 3/4 മണിക്കൂറോളം മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളുടെ പരിശുദ്ധമായ ദർഗാ സിയാറത്ത് ചെയ്യുന്നു. അവിടെ ദുആരക്കുന്നു, അവിടത്തോട് സംസാരിക്കുന്നു. ശംസുൽ ഉലമ തങ്ങള് ഒരുപാട് നേരം 3/4 മണിക്കൂറിലേറെ മഹാനായ ദാവൂദുൽ ഹക്കീം തങ്ങളോട് സംസാരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞു, സിയാറത്ത് കഴിഞ്ഞു, ദുആ കഴിഞ്ഞു, സംസാരം കഴിഞ്ഞ് ശംസുൽ ഉലമ കുഞ്ഞിന്റെ കൈ പിടിച്ച് പുറത്തിറങ്ങുന്നു. നേരെ ഉമ്മാന്റെ മുമ്പിൽ വരികയാ. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണുമ്മ, വളരെയധികം വിഷമത്തോടെ നിൽക്കുകയാണുമ്മ. ആ ഉമ്മാന്റെ മുമ്പിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് ശംസുൽ ഉലമ കുഞ്ഞിനോട് ചോദിക്കുന്നു, പൊന്നു മോനെ, ഇതാര്?
ഈ നിൽക്കുന്ന പെണ്ണുങ്ങളാര്? ഈ ഉമ്മാനെ അറിയുമോ? ഇതാരാണ് എന്ന് ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ് 8-9 വർഷത്തോളമായി കാമിണ്ടാത്ത കുഞ്ഞ്, ഒരക്ഷരം ഉരിയാടാത്ത കുഞ്ഞ്, ജന്മനാ പൊട്ടനായിട്ടുള്ള കുഞ്ഞ് ഉമ്മാന്റെ മുഖം നോക്കിയിട്ട് ശംസുല്ലുലമ തങ്ങളെ ചോദ്യത്തിന്റെ മറുപടി പറയുന്നു. ശംസുല്ലുലമയോട് പറയുന്നു, ഇതെന്റെ ഉമ്മയാ, ഇതെന്റെ ഉമ്മ. സുബ്ഹാനല്ലാഹ്. അതുവരേക്കും ദുഃഖത്തോടെ വിഷമത്തോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് നിൽക്കുന്ന ഉമ്മാന്റെ കണ്ണിൽ നിന്ന് പിന്നീട് ഒഴുകുന്നത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ല, വിഷമത്തിന്റെ കണ്ണുനീരല്ല, സന്തോഷശ്രുക്കളാണ്, സന്തോഷത്തിന്റെ കണ്ണുനീരാണ് അങ്ങോട്ടൊഴുകുമ്പോ. സുബ്ഹാനല്ലാഹ്. ആ കുഞ്ഞ് പിന്നെ ഉമ്മയോട് സംസാരിച്ച് കുശലം പറഞ്ഞ് നടന്ന് നീങ്ങുന്നു. ആരാണ് ശംസുല്ലുലമ? ഇത് ശംസുല്ലുലമ തങ്ങളെ കറാമത്തല്ല, ഇത് ദാവൂദുൽ ഹക്കീം തങ്ങളെ കറാമത്തല്ല. ആ മഹാന്മാരെ നമ്മളെപ്പോഴും സ്നേഹിച്ചോളണം, അവരെ പിന്നാലാണ് നിരക്കണം, അവർക്ക് വേണ്ടി എന്നുമെന്നൊരു ഫാത്തിഹ ഓതണം. വെറുതെയാവില്ല, വെറുതെയാവില്ല. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ദുനിയാവിൽ, ആഖിറത്തിൽ എല്ലായിടത്തും ആ മഹാന്മാരുടെ താങ്ങുണ്ടാവും, തണലുണ്ടാവും, സംശയമില്ല. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ഒരവസരം ചോദിച്ചുവല്ലോ, പൊന്നാര നബിയേ മതസ്സാതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അന്ത്യനാൾ? എന്നാണ് നബിയെ ലോകാവസാനം? അന്ത്യനാൾ എപ്പോഴാണെന്ന് മുസ്തഫായ നബി തങ്ങളോട് ചോദിച്ചപ്പോ പൊന്നാര നബി അയാളോട് തിരിച്ചു ചോദിക്കുകയാണ്, ലോകാവസാനം എപ്പോഴാകട്ടെ, ഏത് സമയത്താകട്ടെ, ഏത് നേരത്തായാലും അത് ഇന്ന് തന്നെയാണെന്ന് കൂട്ടിക്കോ, അല്ല നാളെയാണെന്ന് കൂട്ടിക്കോ, എപ്പോഴായാലും കാര്യമാക്കണ്ട. അന്ന് രക്ഷപ്പെടാൻ, ആ പരലോകത്ത് രക്ഷപ്പെടാൻ, അന്യനാളിന്റെ ഭയാനകതയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ നിന്റെ കയ്യില് അമലുണ്ടോ, സൽക്കർമ്മമുണ്ടോ? പൊന്നാര നബി അയാളോട് ചോദിച്ചപ്പോ, ആ സഹാബിയോട് ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് അയാള് പറഞ്ഞ മറുപടി എന്തറിയോ? ബഹുമാന്യരായ സഹാബി പറഞ്ഞ മറുപടി, ഇല്ല നബിയേ, എന്റെ കയ്യില് അമലില്ല. ഒരുപാട് നമസ്കാരങ്ങളോ, ഒരുപാട് നോമ്പോ, ഒരുപാട് ഇബാദത്തോ എന്റെ കയ്യിലില്ല നബിയേ. എന്നാലും എനിക്ക് ഒന്നുണ്ട്, എന്റെ കയ്യിൽ ഒന്നുണ്ട്. വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലാ, എനിക്ക് നബിയോട് വല്ലാത്ത ഇഷ്ടമാണ്, നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, എനിക്ക് തങ്ങളോട് വല്ലാത്ത പിരിശമാണ് നബിയേ, അടങ്ങാത്ത ഇഷ്ടമാണ് നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോ പൊന്നാര നബി അയാളോട് പറഞ്ഞു, എന്നാ വിഷമിക്കണ്ട, ലോകാവസാനം എപ്പോഴായാലും നീ ബേജാറാകണ്ട. ആരെയാണോ നീ ഇഷ്ടപ്പെടുന്നത്, ആരെയാണോ നീ പിരിശം വെക്കുന്നത്, അവരെ കൂടെയാണ് നീ പരലോകത്തുണ്ടാവുക, അവരോടൊപ്പമാണ് നീ സ്വർഗത്തിൽ പോവുക. മുസ്തഫായ റസൂലുള്ളാഹി. അതുകൊണ്ട് മുസ്ലിമേ, മുസ്തഫായ നബി തങ്ങളെ സ്നേഹിച്ചോ, അവിടുത്തെ സുന്നത്ത് മുറുകെ പിടിച്ചോ, അവിടത്തേക്ക് സലാത്ത് വർദ്ധിപ്പിച്ചോ, അതുപോലെ മഹാന്മാരായ ഔലിയാക്കന്മാരെ ഇഷ്ടപ്പെട്ടോ, ശംസുലുലമ തങ്ങളെ പിരിശം വെച്ചോ, സൈനുലുലമ തങ്ങളോടൊപ്പം കൂടിക്കോ. പാണക്കാട്ട് കൊടപ്പണക്കൽ തറവാടിന്റെ മഹാനായ കാരണവർ, മഹാനായ പൂക്കോയ തങ്ങളെ മുറുകെ പിടിച്ചോ. അവർ അല്ലാഹ് ആദരിച്ച മഹാന്മാരാണ്, അല്ലാഹ് ഇഷ്ടപ്പെട്ട വലിയാക്കന്മാരാണ്, അല്ലാഹ് കറാമത്ത് കൊടുത്ത മഹാന്മാരാണ്, അല്ലാഹ് വിലായത്ത് കൊടുത്തിട്ട് അംഗീകരിച്ച അനുഗ്രഹീതരാണ്. അവരെ കൂടെ കൂടിയാൽ എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവല
അകലുന്നോവർ അവരെ പിടിച്ചോ, അവരെ ഇഷ്ടപ്പെട്ടോ, അവർ മഹാന്മാരാണ്. അറിയാലോ, പാണക്കാട്ട് പൂമുത്ത് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങള് എത്ര വലിയ മഹാനാ, എത്ര നല്ല ജീവിതത്തിന്റെ ഉടമയാ, സംശുദ്ധമായ മഹാനായ ഉമർ അലി തങ്ങൾ മാത്രല്ല, സമസ്തയുടെ പണ്ഡിതന്മാര് ആര് ചരിത്രമെടുത്തു നോക്കിയാലും പകരം വെക്കാനില്ലാത്ത നിസ്തുല്യ ജീവിതം കാഴ്ചവെച്ചവരാണ്, നിസ്തുല്യമായ നിലക്ക് ജീവിച്ചവരാണ് മഹാന്മാരായ സമസ്ത പണ്ഡിതന്മാർ. നമുക്കറിയാലോ, 8 വർഷത്തോളം സമസ്തയുടെ പ്രസിഡന്റായി നേതൃത്വം കൊടുത്ത റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് എത്ര വലിയ മഹാനാ, ജീവിതത്തിൽ ഒരിക്കലും പോട്ട് നോക്കാത്ത മഹാൻ, നെഞ്ചു വിരിച്ചിട്ടിരിക്കാത്ത മഹാൻ, എന്നും അല്ലാഹുവിന്റെ മുമ്പിൽ തലകുടിച്ച് തലതാത്തി നടന്ന മഹാൻ, തലതാഴ്ത്തി ഭൂമിയിലേക്ക് കണ്ണും നട്ടിയിരുന്ന മഹാൻ, എപ്പോ നോക്കിയാലും മുതുകു വളച്ചിട്ട് ഭൂമിയിലേക്ക് നോക്കി അല്ലാഹുവിനെ ചിന്തിച്ച മഹാൻ, ആ ഇൽമിന്റെ ആഴമറിഞ്ഞ മഹാൻ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനായ ഗുരു ശൈഖുനാ റഈസുൽ ഉലമ. അല്ലാഹു തആല പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനരുടെ കയ്യിൽ ഒരു 3 ബാറ്ററിന്റെ ടോർച്ച് ഉണ്ടായിരുന്നു, 3 സീലിന്റെ ബാറ്ററിയുടെ ടോർച്ച്. പഴയ കാലത്ത് അതാണല്ലോ ടോർച്ച്, ഇപ്പോഴാണല്ലോ കറന്റിന്റെ ടോർച്ചും മറ്റേ ചാർജിന്റെ ടോർച്ചൊക്കെ വന്നത്. മഹാനായ ശൈഖുനാ റഈസുൽ ഉലമ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മഹാനവരുടെ കയ്യിൽ ഒരു 3 ബാറ്ററി ഇട്ടിട്ട് കത്തിക്കുന്ന ഒരു ടോർച്ച്. നടക്കുമ്പോൾ അത് പിടിക്കും. രാത്രി കറണ്ട് പോയ നേരത്തെ രാത്രി 1-ാം ദർസിന്റെ സമയം, 2-ാം ദർസിന്റെ സമയം, കിതാബുകളൊക്കെയും നോക്കിയിരുന്നത് ആ വെളിച്ചത്തിലായി. കോളേജിൽ നിന്ന് ഒരു വേള രാത്രി തന്റെ വീട്ടിലേക്ക് കാളമ്പാടിയിലേക്ക് പോകേണ്ടി വരുമ്പോ മഹാനായ ശൈഖുനാ പോയിരുന്നത് ആ ടോർച്ച് പിടിച്ചിട്ടായിരുന്നു. ഒരവസരം കോളേജിന്റെ അധികൃതർ അവിടുത്തെ ശിഷ്യന്മാർ, പണ്ഡിത നേതാക്കന്മാർ മഹാനായ ശൈഖുനാ റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദിനോട് പറഞ്ഞു, അത്രേ ഉസ്താദേ, നല്ലൊരു ജപ്പാന്റെ ടോർച്ച് ഞങ്ങൾ വാങ്ങിത്തരാ, ഇനി മുതൽ അത് പിടിച്ചാൽ മതി, നല്ലൊരു ടോർച്ച്, നല്ല ദൂരയിലേക്ക് പ്രകാശം പരത്തുന്ന നല്ല പവറുള്ള നല്ല ടോർച്ച് ഉസ്താദിനെ തരാമെന്ന് പറഞ്ഞപ്പോ നേരായ ശൈഖുനാ പറഞ്ഞത്, വേണ്ട വേണ്ട, ഈ കോളേജിന്റെ ചാർജ്, ഈ കോളേജിന്റെ കറണ്ട് കുത്തിയിട്ടാണല്ലോ ഞാൻ അതിനെ ചാർജ് ചെയ്യേണ്ടത്, അല്ലേ? പട്ടിക്കാട് കോളേജിന്റെ സമ്പത്തി എനിക്കുള്ളതല്ല, അതിന്റെ കറണ്ട് എനിക്ക് ഉപയോഗിക്കാനുള്ളതല്ല. കാളമ്പാടി മുഹമ്മദിനത് ഹലാലല്ല. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് ഒരു വേള അത് സംബന്ധിച്ചെന്നോട് ചോദിച്ചാൽ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ ഈ വിനീതന് സാധ്യമല്ല. അതുകൊണ്ട് മക്കളെ, 8 കൊല്ലത്തിലേറെയായി ഈ ടോർച്ച് പിടിച്ചിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, എനിക്ക് കാണേണ്ടത് കാണുന്നു, എന്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നു, എനിക്കിതേ ടോർച്ച് മതി, എനിക്ക് വേണ്ട, വേറെ ടോർച്ച് എനിക്ക് ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ മഹാന്മാര് ഇത് പറയുമ്പോൾ ചില ആൾക്കാർ തമാശാക്കും. ടോർച്ചിന്റെ കഥ പറയുന്നു, കാറിന്റെ കഥ പറയുന്നു, കസേരന്റെ കഥ പറയുന്നു. ഈ മഹാന്മാരുടെ ഇതുപോലെയുള്ള ജീവിതമല്ലാണ്ട് ഏതായാലും ഇൻഷാ അല്ലാഹ് നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേരളക്കരയിലെ അല്ല, ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെട്ട അനുഗ്രഹീത പ്രഭാഷകനും പ്രോഡോജല കഥാപ്രഭാഷകനുമായ ബഹുന്യരായ ഉസ്താദ് സുബൈർ തൊട്ടിക്കൽ അവർകൾ ഇവിടെ എത്തി. ഇനി നീട്ടുന്നതിന് അർത്ഥമില്ല. മാത്രമല്ല, നമ്മുടെ കഥ ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഥ. നിങ്ങൾ വേറെ അർത്ഥം വെച്ചോണ്ട, കാരണം പ്രസംഗിക്കുമ്പോൾ ശുദ്ധിയില്ലെങ്കിൽ ചർച്ചയായിട്ട്. അപ്പൊ മാത്രല്ല, നമ്മുടെ പരിപാടിയുടെയും അവസാനമാണ്. നാളെ ഇതിന്റെ ബാക്കി പറയാ എന്ന് പറഞ്ഞാൽ ഇനി സമയമില്ല. മാത്രമല്ല, ഈ അനുസ്മരണ പ്രഭാഷണവും കഥാപ്രസംഗത്തിന്റെ സമാപനവും മറ്റുള്ള വന്നവർക്കുള്ള ഗസ്റ്റ്മാർക്കുള്ള ആശംസ പ്രഭാഷണത്തിനും എല്ലാത്തിനുമുള്ള ഈ സമയത്താണ്. ഇതിന്റെ ഇടയിൽ ജമാഅത്ത് നടക്കണം, കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ നീട്ടുന്നില്ല. ഏതായാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാന്മാരായ അമരക്കാരായിട്ടുള്ള വലിയക്കന്മാരായ പണ്ഡിതന്മാർ എത്ര അനുസ്മരിച്ചാലും അവരെ ത്യാഗോജ്ജലമായ ജീവിതം, സംശുദ്ധമായ ജീവിതം, പകരം
പകരം വെക്കാനില്ലാത്ത നിസ്തുല്യമായ ജീവിതം എത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ കഴിയില്ല. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ ആ പേരെടുത്തത് കൊണ്ട് മഹാനരുടെ സംബന്ധിച്ചുള്ള ഒരു ചരിത്രം ഞാനത് പറയാൻ ഉദ്ദേശിച്ചത് കൊണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. അതേതായാലും പറഞ്ഞിട്ട് തന്നെ നിർത്തട്ടെ. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ മുമ്പിൽ നേരത്തെ സൈനുൽ ഉലമ തങ്ങളുടെ ചരിത്രം പറഞ്ഞതുപോലെ വെള്ളത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞിട്ട്, വെള്ളത്തിന്റെ ക്ഷാമം പറഞ്ഞിട്ട്, വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് മഹാനായ സൈനുൽ ഉലമ തങ്ങളുടെ അടുക്കൽ പോയതുപോലെ സൈനുൽ ഉലമ തങ്ങൾ അതിന്റെ പരിഹാരം പറഞ്ഞത് കൊടുത്തതുപോലെ അങ്ങനെ വയനാട്ടിലെ ഒരു കൂട്ടം ജനങ്ങള് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, തങ്ങള് ഞങ്ങളുടെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി ഉളു എടുക്കാനും കുളിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഞങ്ങളൊരു കിണർ കുഴിച്ചു. തങ്ങള് വെള്ളമില്ല കണക്കിലേറെ കുടിച്ചു, ഉദ്ദേശിച്ചതിനേക്കാളേറെ അടിയിലോട്ട് ഞങ്ങൾ താഴ്ത്തി. ഇല്ല തങ്ങള്, വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളത്തിന്റെ പശ പോലും കാണാനില്ല, നനവുള്ള മണ്ണില്ല. അതുകൊണ്ട് തങ്ങള് ഞങ്ങള് വല്ലാത്ത വിഷമത്തിലാണ്, ബേജാറിലാണെന്ന് ആ വയനാട്ടിലെ ആ ജനങ്ങള് പോയിട്ട് മഹാനായ കൊടപ്പടക്കൽ തറവാട്ടിലെ മഹാനായ പൂമുത്തിനോട് പറഞ്ഞപ്പോ മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങളെന്ന സമസ്ത കേരള ജമിഅത്തുൽ ഉലമാ ഹൈദമായ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ മഹാനായ വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ആത്മീയ ഗുരു പാണക്കാട്ട് പൂമുത്ത് ദുഃഖഭാരവുമായിട്ട് കടന്നു വന്ന ആ ജനങ്ങളോട്, വെള്ളത്തിന്റെ ക്ഷാമകഥയുമായിട്ട് കടന്നു വന്ന ജനങ്ങളോട് കുടിച്ചതായ കിണത്തിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട്, കിണറിലുള്ള വെള്ളത്തിന്റെ ക്ഷാമം പറഞ്ഞിട്ട് കടന്നു വന്ന ആ ജനങ്ങളോട് പറഞ്ഞത്, വിഷമിക്കണ്ട നിങ്ങള്, ബേജാറാകണ്ട നിങ്ങള്, വിഷമിക്കണ്ട ബേജാറാകണ്ട. കണ്ടോ അത് അവിടെ ഒരു കഷ്ടം, ഓട് കഷ്ടമുണ്ട് അവിടെ, ഒരു ഇത്തിരി ഓട് കഷ്ടമുണ്ട് അവിടെ, അതിങ്ങോട്ട് കൊണ്ടുവരൂ. ആ വന്ന ജനങ്ങള് തങ്ങളെ കാണിച്ചു കൊടുത്ത ഓടിന്റെ കഷ്ടമതാ തങ്ങളെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. മഹാനായ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങള് ആ കൊടുക്കപ്പെട്ട വോട്ടിന്റെ കഷ്ടം അവിടെ നിന്ന് മന്ത്രിക്കുകയാണ്. ഒരിത്തിരി നേരം ഊതുകയാണ്. എന്നിട്ട് ആ ജനങ്ങളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇത് കൊണ്ടുപോകണം. ഇന്ന് രാത്രിയാകുമ്പോ, നേരം ഇരുളടയുമ്പോ ഈ ഓടിന്റെ കഷ്ടം വെള്ളമില്ലാത്ത കിണറിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇടണം. നിങ്ങൾ മുകളിൽ നിന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ടിട്ടാ മതി. അതല്ല അതിലേക്ക് ഇറങ്ങിയിട്ട് കൊണ്ടുപോയി വെച്ചാൽ വളരെ നന്നായി. ഏതായാലും ഇന്ന് രാത്രി തന്നെ ആകണം, നാളെ ആകരുത്, നേരം വെളുക്കരുത്. ഈ തന്നതായ ഓട്ടിന്റെ കഷ്ടം ആ വെള്ളമില്ലാത്ത കിണറിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുപോയിട്ട് തന്നെ വെക്കണേ എന്ന് മഹാനായ തങ്ങൾ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ആ കൊടുക്കപ്പെട്ട വോട്ടിന്റെ കഷ്ടവുമായി ആ ജനങ്ങൾ മടങ്ങുന്നു. പള്ളിയുടെ ആവശ്യത്തിന്, ഉളെടുക്കാനുള്ള ആവശ്യത്തിന്, ജനങ്ങളുടെ ദാനോന്മുഖമായ ആവശ്യത്തിന്, കുടിക്കപ്പെട്ടതായ കിണറിൽ വെള്ളമില്ലാതെ കണ്ട് ദുഃഖിച്ച ജനങ്ങളെ മഹാനായ തങ്ങൾ കൊടുത്ത വോട്ടിന്റെ കഷ്ടം ആ കിണറിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നു. അതിലേക്കൊരാൾ ഇറങ്ങുകയാണ്. നട്ടാ രാത്രി പോയിട്ട് ആ ഇരുട്ടത്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് ആ ഓടിന്റെ കഷ്ടം ആ കിണറിന്റെ ആടിയിൽ കൊണ്ടുപോയി വെക്കുന്നു. എല്ലാവരും മടങ്ങുന്നു, അവരവരുടെ വീട്ടിലേക്ക് ചൊല്ലുകയാ. സുബ്ഹാനല്ലാഹ്, പിറ്റേന്ന് രാവിലെ പള്ളി മിനാരത്തിൽ നിന്ന് സുബ്ഹി ബാങ്ക് മുടങ്ങി. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഭാഗ്യന്റെ സുന്ദരമായ ധ്വനികൾ കേട്ടപ്പോ ഈമാനുള്ള ജനങ്ങള്, മുഅ്മിനീങ്ങളായ ജനങ്ങള്, ഭാഗ്യകേട്ട നല്ലവരായ നാട്ടുകാർ പള്ളിയിലേക്ക് പോവുകയാ. സുന്ദരമായ ഉളു എടുത്ത് ജമാഅത്തായി നമസ്കരിക്കുന്നു. ജമാഅത്തായി നമസ്കാരമെല്ലാം കഴിഞ്ഞ്, ദുആ കഴിഞ്ഞ് എല്ലാവരും അതാ കിണറിന്റെ അടുക്കലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ രാത്രി മഹാനായ പാണക്കാട്ട് തങ്ങൾ മന്ത്രിച്ചു തന്ന വോട്ടിന്റെ കഷ്ടം വെക്കപ്പെട്ട വെള്ളമില്ലാത്ത കിണറിന്റെ അടുക്കലേക്ക് ആ ജനങ്ങൾ നീങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാവരും അവിടെ എത്തി. നേരം വെളിയായി വരുന്നതേയുള്ളൂ. കിണറിലേക്കൊന്ന് കണ്ണെത്തിയപ്പോ, കിണറിലേക്കൊന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കിണറിലെ വെള്ളമതാ കയ്യെത്തും ദൂരം വരെ പൊന്തി വന്നിരിക്കുന്നു.
ഇത് ചരിത്രമാണ്, എഴുതപ്പെട്ട ചരിത്രമാണ്, രേഖപ്പെടുത്തപ്പെട്ട ചരിത്രമാണ്, ആധികാരിക കഥയാണ്. പാണക്കാട്ട് തങ്ങളെ കറാമത്താ സമസ്തയിലെ മഹാനായ നേതാവിന് അല്ലാഹു കൊടുത്ത ബഹുമതിയാ. അവരെ ഇഷ്ടപ്പെടണ്ട, അവരെ സ്നേഹിക്കണ്ട, അവരെ ആദരിക്കണ്ട, അവരെ മേലെ ഫാത്തിഹ ഓതണ്ട. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മുരീദി തമസ്സഖ് ബി വകുൻബി വാസിഖാ വഅഹ്മിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. പേടിക്കണ്ട ജനങ്ങള്, ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. സമസ്തയിലെ പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചോ, പാണക്കാട്ട് തങ്ങന്മാരെ മുറുകെ പിടിച്ചോ, മഖ്ദൂമി പണ്ഡിതന്മാരെ മുറുകെ പിടിച്ചോ, സഹാബികളെ മുറുകെ പിടിച്ചോ, ബദരീങ്ങളെ മുറുകെ പിടിച്ചോ, പൊന്നാര നബിയെ മുറുകെ പിടിച്ചോ. വകൂനൂ മഅസ്സാദിഖീൻ, അവരോടൊപ്പം കൂടിക്കോ. എന്നാൽ നാളെ പരലോകത്ത് പരാവാരം പോലെയുള്ള പരസഹായമില്ലാത്ത പരലോകത്ത് അവരോടൊപ്പം നമുക്ക് ചേരാം. അല്ലാഹു ആ നല്ല ജനങ്ങളെ കൂടെ അവന്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. നിർത്തുകയാണ്. ബഹുമാന്യരായ ഉസ്താദ് ഇൻഷാ അല്ലാഹ് നമ്മുടെ കഥ അവതരിപ്പിക്കാം. അനുഗ്രഹീത പ്രഭാഷകനാണ്. ഞാനും ഒരുപാട് തവണ നെറ്റിലൂടെയും അതുപോലെ തന്നെ മറ്റു വീഡിയോസിലൂടെയും നേരിട്ട് ഒരുപാട് തവണ കേട്ടു. ഒന്നേരായ സുബൈർ തൊട്ടിക്കൽ ഉസ്താദ് അവറുകളുടെ ആ അനുഗ്രഹീതമായ കഥാപ്രഭാഷണ അവതരണം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഏറിയ ആയുസ്സും ആരോഗ്യവും ഇഖ്ലാസോട് കൂടിയിട്ടുള്ള അവസരവും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലായി ഇനിയും ഏറ്റിയേറ്റി നൽകുമാരാകട്ടെ, ഇനിയും ഏറ്റിയേറ്റി കൊടുത്ത് അനുഗ്രഹിക്കുമാരാകട്ടെ. ഇനിയും അല്ലാഹു തആല അവസരങ്ങളും ഇഖ്ലാസോട് കൂടിയിട്ടുള്ള ആ അവസരവും നാഫിയായ അറിവും അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ. ഈ നല്ല മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ പറയപ്പെട്ട അനുസ്മരിക്കപ്പെട്ട മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കന്മാരെ ബർക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മളിലും നമ്മുടെ ഉമ്മ ബാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സഹപ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ, നമുക്ക് ഭക്ഷണം തന്നവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, നേതൃത്വം കൊടുത്തവർ, ഇതിനു വേണ്ടി സംഭാവന കൊടുത്തവർ, എല്ലാവരിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് പരിപൂർണമായും സുഖപ്പെടുത്തുമാരാകട്ടെ. അവന്റെ പൊരുത്തത്തിലായി, അവന്റെ താഅത്തിലായി, അവന്റെ ഇബാദത്തിലായി, സുന്നത്ത് ജമാഅത്തിന്റെ ഈമാനിലായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ സർവത്ര പാപങ്ങളും കരുണക്കടലായ റബ്ബ് നമുക്ക് പുറത്തു അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി ദുആരക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ദുആയിൽ നിങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തും. അല്ലാഹു നല്ലവരുടെ ദുആയിൽ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.